അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ പ്രീമിയം അല്ലെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവ് എന്ന് പറയാനായിട്ടുള്ള സാംസങ് S23 ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ്. അതിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി സമയം എടുക്കും വീഡിയോൻ്റെ ക്വാളിറ്റിക്ക് ഒന്ന് കൂട്ടാനായിട്ട്. ഇപ്പോൾ ഇതൊരു റിവ്യൂ വീഡിയോ ഒന്നും അല്ല. നിങ്ങളിപ്പോൾ ഒരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എങ്ങനെ വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അത് ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് ബുദ്ധിപരമായിട്ട് വാങ്ങിക്കാം എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ ആക്ച്വലി നീഡാണോ അതോ വാണ്ടാണോ എന്ന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നീഡും വാണ്ടും എന്താണെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ മാസം അവസാനമായിരിക്കും നമ്മുടെ ബാങ്കിൽ 0 ബാലൻസ് ആവുന്നതും നമ്മൾ ബുദ്ധിപരമായിട്ട് എങ്ങനെ നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പൈസ നന്നായി സ്പെൻഡ് ചെയ്യണമെന്നും ഈ നീഡ് എന്താണ് വാണ്ട് എന്താണ് എന്നൊക്കെ ആ വീഡിയോ മനസ്സിലാവും. എൻ്റെ പഴയ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോൻ്റെ Reno 2 ആയിരുന്നു. ഇപ്പോൾ ഓപ്പോൻ്റെ Reno 12 ഇറങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം പഴയ ഫോണായിരുന്നു അത്. പക്ഷേ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ബൈക്കിൽ പോകുന്ന സമയത്ത് ഫോൺ തെറിച്ചു പോയി, പിന്നെ ഒരിക്കൽ ഫോൺ ചെളിയിൽ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫോൺ ഭയങ്കര വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് അതിൻ്റെ പെർഫോമൻസ് ഇട്ട് ഭയങ്കര കുറഞ്ഞിടാൻ തുടങ്ങി. വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ അതിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഭയങ്കര ഡൗൺ ആയി. സോ അങ്ങനെയാണ് ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് മുമ്പാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു വാണ്ടായിരുന്നു, പുതിയ ഫോൺ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഫോണിൻ്റെ ആവശ്യം എനിക്ക് വേണമെന്ന് തോന്നിയത്. അപ്പോൾ എൻ്റെ ആ വാണ്ട് എനിക്കൊരു നീഡായി മാറി. അങ്ങനെയാണ് ഞാൻ ആ ഫോൺ വാങ്ങിക്കാൻ എന്നൊരു തീരുമാനത്തിലെത്തിയത്. അത്യാവശ്യമാണെന്നുള്ളൊരു എത്തിയത് അപ്പോഴാണ് ഞാൻ ഈ ഫോൺ വാങ്ങിക്കണം എന്നതിനെക്കുറിച്ചും കൂടുതലായിട്ട് ചിന്തിക്കുന്നതും അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങുന്നത്. സോ നിങ്ങളും ജസ്റ്റ് അങ്ങനെ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹമാണോ അതോ അത്യാവശ്യമാണോ എന്ന് നോക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളൊരു സാധനം വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ, ഒരു ഫോണിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഫോൺ ഉണ്ട്, അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്തോളം കാലം അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോൺ മാറ്റണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആളതുകൊണ്ട് ഫോട്ടോ എടുക്കാറില്ല, വീഡിയോ എടുക്കാറില്ല. ഞാൻ ജസ്റ്റ് ഫോൺ വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, എൻ്റെ ഐഫോൺ ഉണ്ട്, നീ ജസ്റ്റ് 20,000 രൂപ തന്നാൽ മതി, ഞാൻ ഈ ഫോൺ നിനക്ക് തരാം, എനിക്കിതുകൊണ്ട് വലിയ യൂസൊന്നുമില്ല, വെറുതെ EMI അടയ്ക്കുന്നത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും വില കൂടിയ സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണോ, നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അതുകൊണ്ട് ഞാൻ S23 എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഫോണിനോട് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമാണെങ്കിലും എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ആൻഡ്രോയിഡാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. അതിൽ പിന്നെ S23 ആണോ S24 ആണോ അൾട്ര ആണോ അങ്ങനത്തെ ഉള്ള കാര്യമായിരുന്നു. എന്തായാലും ഞാൻ അൾട്രയിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ചായിരുന്നു. അത്രത്തോളം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഫോൺ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ ഷോപ്പിൽ പോയിട്ടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അവരും എന്നെ കുറേ കൺവിൻസ് ചെയ്തായിരുന്നു ഈ S24 അൾട്ര എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അതാണ് ലേറ്റസ്റ്റ് വേർഷൻ, സോ അതെടുക്കുക, അത് നല്ല കുറച്ചുകൂടി ഓപ്ഷൻ, പുതിയ സാധനമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞായിരുന്നു. EMI-ലൊക്കെ സെറ്റാക്കി തരാൻ നോ കോസ്റ്റ് EMI ഒക്കെ ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അടച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞെങ്കിലും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാത്രം സാധനം വാങ്ങിക്കുക. എൻ്റെ ആവശ്യം നോക്കുകയാണെങ്കിൽ എനിക്ക് 23 ആവശ്യമേ ഉള്ളൂ. 23 അൾട്രൻ്റെ പോലും എനിക്ക് ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫിക്സ് ചെയ്ത് പോവുക. ബാക്കി പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് കുറേ പുള്ളുണ്ടാവും, കുറച്ചും കൂടി ഹൈ ലെവൽ എടുത്തുകൂടെ അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ വരുന്ന സമയത്ത് എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊരു മൈൻഡ് ഒരു കാര്യം ഫിക്സ് ചെയ്താണെങ്കിൽ ആ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് മാത്രം സാധനം വാങ്ങിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു സാധനമാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മനസ്സിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ വിലയുള്ള സാധനം എടുക്കാണ്ടിരിക്കുക. പൊതുവേ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചായിരിക്കും കടയിൽ പോവുക, പക്ഷേ എടുത്തു തരുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ പോലും വിചാരിക്കാണ്ട് ആ സെയിൽസ് പേഴ്സൺ നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ കൂടിയ സാധനമായിരിക്കും എടുത്തിട്ട് വരിക. അപ്പോൾ അതിലൊന്നും ജസ്റ്റ് വീഴാണ്ടിരിക്കുക, അതൊന്നും ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ഒറ്റ വാങ്ങിക്കുക എന്നുള്ളത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, സോ അതിൻ്റെ ചിലപ്പോൾ സൗണ്ടിൽ ഇത്തിരി ഇഷ്യൂസ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കരുത്. വെയിറ്റ് ചെയ്യുക, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ ഒരു ഉപയോഗമില്ലാണ്ട് ജസ്റ്റ് സ്ഥലം മുടക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ച കുറേ സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും. ഞാനും കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. അതിപ്പോൾ ഒരു സൈഡിൽ തന്നെ ഇരിക്കണമുണ്ട്. അതിനും ഇത്തിരി വില കൂടുതലാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് മാത്രം ഒരു സാധനം വാങ്ങിക്കുക. ഇതിനായിട്ട് എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ നോ കോസ്റ്റ് EMI എന്നുള്ള പരിപാടിയാണ്. ഫസ്റ്റ് ഫോൺ എടുക്കാൻ ഉദ്ദേശിച്ച് നോ കോസ്റ്റ് EMI വഴിയായിരുന്നു. സോ വലിയ ചാർജസ് ഒന്നും ഇല്ല, അങ്ങനെ അടച്ചു പോകും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആരെയും ചോദിച്ച് ഇങ്ങനെ കടം വാങ്ങിച്ചെടുക്കണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് ഞാൻ നോ കോസ്റ്റ് EMI കുറിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി. ഇത് കുറച്ച് വലിയ സാധനം ആയതുകൊണ്ട് നമ്മൾ മിക്ക ആൾക്കാരും വായിച്ചു നോക്കാറില്ല. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് ഇതിൽ വല്ല ഹിഡൻ ചാർജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഓരോ തവണ EMI പേയ്മെന്റ് നടത്തുമ്പോഴും ഒരു ട്രാൻസാക്ഷൻ ചാർജ് അവർ ഈടാക്കുന്നുണ്ടെന്ന്. അതെനിക്ക് ഒരു 300 to 500 റേഞ്ചിലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇത് നോ കോസ്റ്റ് EMI ആണ്. ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സ്ട്രാ എടുക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 20K അല്ലെങ്കിൽ 1 lakhൻ്റെ ഒക്കെ അടുത്ത് ഫോൺ എടുക്കുകയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ മാസം മാസം ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അടയ്ക്കുക. ഇത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ആ നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ചാർജ് തന്നെ 500 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് വെച്ച് അടച്ചു പോകുന്ന ആളാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ചാർജ് ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നമുക്ക് വരും. സോ അങ്ങനത്തെ ഒരു കുരുക്ക് കൂടെ ഈ നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക. നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ട്രാൻസാക്ഷൻ ചാർജസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാനും തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ട് ഫുൾ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത്രത്തോളം എൻ്റെ ക്യാഷ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല, ഞാൻ അച്ഛൻ്റെ നിന്ന് ചോദിച്ചിട്ടാണ് ഈ സംഭവം വാങ്ങിച്ചത് ആക്ച്വലി. അപ്പോൾ അച്ഛന് മാത്രം ഈ മന്ത്ലി ഒരു പേയ്മെന്റ് പോലെ അടച്ചാൽ മതിയല്ലോ, അവിടെ ഹിഡൻ ചാർജസ് ഒന്നും എന്തായാലും ഉണ്ടാവില്ലല്ലോ. എന്തിനാ വെറുതെ വേറെ കമ്പനികൾക്ക് നമുക്ക് ട്രാൻസാക്ഷൻ ചാർജ് ഒക്കെ കൊടുക്കുന്നു, നമുക്ക് ഈ പൈസ നമുക്ക് അച്ഛനെ കൊടുത്താൽ പോരെ. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, കുറച്ച് നല്ല വില കൂടിയ സാധനമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 ലക്ഷത്തിന് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പോകണം. മിഡിൽ ക്ലാസ് ലെവലാണെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം കൊടുത്തൊരു ഫോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാരൊന്നും സമ്മതിക്കില്ല. പിന്നെയുള്ളത് EMI ഓപ്ഷനാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രാൻസാക്ഷൻ ചാർജ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി എന്തായാലും റേറ്റ് കൂടും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഫോൺ എടുക്കാൻ തീരുമാനിച്ചു, അത്രത്തോളം പേയ്മെന്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്, അത് കുറേ ദിവസമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ കിടന്നിട്ട് തന്നെ ഒന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും അത് ഫുൾഫിൽ ചെയ്യണം എന്നാണെങ്കിൽ 10,000 രൂപ വെച്ച് 10 പേരോട് ചോദിക്കുക. അങ്ങനെയാണ് സമയത്ത് ഈ 1 ലക്ഷം എമൗണ്ട് ആയല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾ ഫോൺ വാങ്ങിച്ചിട്ട് EMI എന്ന് പറയുന്നത് ഇവർക്ക് മാത്രം കൊടുത്താൽ മതി, നിങ്ങളുടെ പരിചയമുള്ളവർക്ക് മാത്രം. 10 പേരിൻ്റെ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരും തരുന്നത് 10,000 രൂപയാണ്. അവർക്ക് വലിയ ബേർഡൻ ഇല്ല. ശരി, 10,000 രൂപയേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയതാണ്. സോ അങ്ങനെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് വാങ്ങിക്കാൻ നോക്കുക. ഒരു കമ്പനിക്ക് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്ററാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കട കൊടുക്കുകയാണ് അവിടെ നിന്ന്, അതിന് പകരം നിങ്ങളുടെ പരിചയമുള്ളവരിൽ നിന്ന് കട കൊടുക്കുക. വളരെ ശ്രദ്ധിക്കുക, കട കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ അടയ്ക്കുക, അല്ലെങ്കിൽ ബന്ധുക്കൾ ശത്രുക്കളായി മാറാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ഒരു സാധനം എടുക്കാൻ തീരുമാനിച്ചു, അതിനുള്ള പൈസയൊക്കെ റെഡി ആയെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ലാസ്റ്റ് കാര്യമാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പല സ്ഥലങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2-3 ഷോപ്പിൽ പോയി പിന്നെ ഓൺലൈനിലൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. ഓരോ ഷോപ്പിൽ പോകുന്ന സമയത്ത് 1000 to 2000 രൂപേൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഷോപ്പിലാവുന്ന സമയത്ത് അവന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഉണ്ട്, പിന്നെ സ്റ്റാഫിന് പൈസ കൊടുക്കണം, അങ്ങനത്തെ ഉള്ള എക്സ്പെൻസ് ഒക്കെ അവർ നമ്മുടെ എന്തായാലും പിടിക്കും. അതൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ അവർ പ്രൈസ് ഡിസൈഡ് ചെയ്യാം. അത് ഓരോ ഷോപ്പിലും എനിക്ക് 1000 to 2000 ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് ഏകദേശം 8,000 അടുത്തായിരുന്നു എനിക്ക് ഡിഫറൻസ് വന്നത്. ഞാൻ ഒബ്വിയസ്ലി നമ്മൾ പോകുന്നത് ഓൺലൈൻ ആയിരിക്കും, അവിടെ റേറ്റ് കുറവ്. അപ്പോൾ ഞാനത് ഓൺലൈൻ ചൂസ് ചെയ്തു. സോ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൺലൈൻ ഇല്ലെങ്കിൽ പോലും ഒരു 2-3 ഷോപ്പിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അന്വേഷിച്ചിട്ട് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ കുറച്ച് എമൗണ്ട് എന്തായാലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഇത് എല്ലാ പ്രൊഡക്റ്റിനും അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും, ഇത്തിരി വില കൂടിയ സാധനമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് വാങ്ങിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു കടയിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കണ്ണും പൂട്ടി പോയി വാങ്ങിക്കരുത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ. സോ അത്രയൊക്കെ തന്നെ ഈ വീട്ടിൽ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു. സോ ഇതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കിട്ടണമെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനനുസരിച്ച് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Bye bye.